ട്രംപിന്റെ തീരുമാനം അമേരിക്കയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. അമേരിക്കയെ കൈവിട്ട് ഇന്ത്യ ചൈനയോടടുത്തു. ജപ്പാനുമായി വ്യാപാര ബന്ധം ശക്തമാക്കിയ ഇന്ത്യ ചൈനയുമായി ചേർന്ന് ദക്ഷിണേഷ്യയിൽ പുതിയ സഖ്യമുണ്ടാക്കുന്നു. അമേരിക്കൻ ബ്രാൻഡുകളുടെ മൂല്യ തകർച്ചയ്ക്ക് ട്രംപ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വരുമെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ട്രംപിനെ വിമർശിച്ച് US അപ്പീൽ കോടതിയും രംഗത്ത്. നരേന്ദ്രമോദിയുടെ ജപ്പാൻ ചൈന യാത്ര നിരീക്ഷിച്ച് US. താരിഫ് വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US അപ്പീൽ കോടതിയുടെ വിമർശനം നേരിടുമ്പോൾ അമേരിക്കയുടെ ഇരട്ടി തീരുവയെ മറികടക്കാൻ പുതുവഴികൾ തേടി ഇന്ത്യ കയ്യടി നേടുന്നു. US വെല്ലുവിളിക്കുമ്പോൾ മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം. ജപ്പാനിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ സന്ദർശനം വൻ വിജയമായി മാറിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജിതമാക്കാനുള്ള വഴികൾ ഈ സന്ദർശനം വഴി സാധ്യമായിട്ടുണ്ട്. സാമ്പത്തിക വിപണി സഹകരണം ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. ഇതിന്റെ തുടർച്ചയായി പ്രധാനമന്ത്രി ചൈനയും സന്ദർശിക്കും. പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരവും ദീർഘകാല കാഴ്ചപ്പാടോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനീസ് നഗരമായ ടിയാൻജിനിലെത്തുന്ന മോദി ചൈനയുമായുള്ള വ്യാപാര നയതന്ത്ര ബന്ധം ഊഷ്മളമാക്കാൻ നിർണായക നീക്കം നടത്തും. ഗൽവാൻ സംഘർഷത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണിത്. വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നതുൾപ്പെടെ പരസ്പര വിശ്വാസം വളർത്താനുള്ള പല തീരുമാനങ്ങളും ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരായ അമേരിക്കൻ സമ്മർദ്ദം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ജപ്പാനിലെ മോദിയുടെ സന്ദർശനം ചരിത്രപരമായിരുന്നു. ഒരു പതിറ്റാണ്ടിനിടെ ജപ്പാനിൽ നിന്ന് 6 ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാൻ മോദിയുടെ സന്ദർശനം വഴിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തിക പങ്കാളിത്തം, സാമ്പത്തിക സുരക്ഷ, വിസ, പാരിസ്ഥിതിക സുസ്ഥിരത, സാങ്കേതിക വിദ്യ, ആരോഗ്യം, പ്രതിരോധം, ആശയപരമായ ചർച്ചകൾ തുടങ്ങി 8ഓളം മേഖലകളിൽ 10 വർഷത്തേക്ക് തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള രൂപരേഖയും ഉണ്ടാക്കി. ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുടെ ISROയുമായി ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ JAXA സഹകരിക്കും. ചന്ദ്രന്റെ ഉപരിതലത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ധാരണകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ചന്ദ്രയാൻ 5 പദ്ധതി. അതിൽ ജപ്പാന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഗവേഷണ വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്താനാകുമെന്നത് ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്. 2 ദിന സന്ദർശനത്തിനിടെ ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന E10 ഷിങ്കൻസൻ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണശാല 4 ഫാക്ടറികൾ മോദി സന്ദർശിക്കും. അടുത്ത 5 വർഷത്തിനിടെ 5 ലക്ഷം തൊഴിലാളികളെ പരസ്പരം കൈമാറാനുള്ള കർമ്മ പദ്ധതിക്ക് തുടക്കമാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിലായി 50,000 ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാൻ വിസ നൽകും. AI, അർദ്ധചാലകം തുടങ്ങിയ സാങ്കേതിക രംഗങ്ങളിൽ ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. US-നെതിരെ ദക്ഷിണേഷ്യയിൽ ചൈന, ജപ്പാൻ എന്നിവയെ ചേർത്ത് പുതിയ സാമ്പത്തിക ചേരിയുണ്ടാക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡിനെ ചൈനയുമായുള്ള സഹകരണം ബാധിക്കില്ലെന്ന് മോദി ജപ്പാൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തും. അതേസമയം താരിഫ് വിഷയത്തിൽ ട്രംപ് പ്രതിസന്ധി മുഖത്താണ്. ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകൾ നിയമവിരുദ്ധമെന്ന് US അപ്പീൽ കോടതി വിലയിരുത്തിയിരുന്നു. താരിഫ് ചുമത്താൻ പ്രസിഡന്റ് ട്രംപിന് നിയമപരമായി അധികാരമില്ലെന്ന് കോടതി പറഞ്ഞു. ട്രംപിന്റെ നടപടി US ഭരണഘടനാ ലംഘനമാണെന്നായിരുന്നു അന്താരാഷ്ട്ര വ്യാപാര കോടതി നേരത്തെ വിധിച്ചിരുന്നത്. ഇന്ത്യക്കെതിരെ കനത്ത താരിഫ് ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ രംഗത്ത് വന്നതും ട്രംപിനെ വെട്ടിലാക്കുന്നു. ട്രംപ് അമേരിക്കൻ ബ്രാൻഡിന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടിച്ചു എന്നാണ് സള്ളിവന്റെ വിമർശനം. ട്രംപ് അമിത തീരുവ ചുമത്തിയതിനാൽ ചൈന അമേരിക്കയേക്കാൾ ഉത്തരവാദിത്വമുള്ള രാജ്യമെന്ന തോന്നലുണ്ടാക്കിക്കുന്നു. ട്രംപിന്റെ പുതിയ നീക്കങ്ങളുടെ പ്രതിഫലനമായി സഖ്യകക്ഷികൾക്ക് ഇപ്പോൾ US-നെ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടെന്നും ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു.